لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം പുണ്യമാക്കിയിട്ടുള്ള റമളാനിൻ്റെ നാളുകളിലാണ് നാം കഴിച്ചുകൂട്ടുന്നത്. ഷഹ്റു റമളാൻ എന്ന് തന്നെ ഖുർആനിൽ ഈ മാസത്തെക്കുറിച്ച് പ്രയോഗിച്ചതായി നമുക്ക് കാണാം. ഖുർആനിൻ്റെ അവതരണം കൊണ്ടാണ് ഈ മാസം വളരെയധികം പുണ്യമുള്ളതാകുന്നത്. റമളാനിൻ്റെ നാളുകളിൽ ഒരു മനുഷ്യനെ കഴിച്ചുകൂട്ടാനാവുക എന്നുള്ളത് അയാളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന വളരെ വലിയ ഒരു ഭാഗ്യമാണ്. അതിൻ്റെ പകലുകളും രാത്രിയും അതിൻ്റെ ഓരോ നിമിഷങ്ങളും വളരെ അധികം നന്മകൾ നിറഞ്ഞതും പുണ്യങ്ങളുടെ പൂക്കാലം എന്ന വാക്കിനെ എല്ലാ അർത്ഥത്തിലും അന്വർത്ഥമാക്കുന്നതാണ് യഥാർത്ഥത്തിൽ റമളാൻ. റമളാനിന് ഒരുപാട് പേരുകൾ ചരിത്ര ഗ്രന്ഥങ്ങളിലും ഹദീസുകളിലും രേഖപ്പെട്ട് കിടക്കുന്നതായി നമുക്ക് കാണാം. റമളാൻ എന്ന് പറഞ്ഞാൽ തന്നെ കരിച്ചു കളയുന്നത് എന്നതാണ്. നമുക്കറിയാം, നമ്മുടെ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ നാം സൂക്ഷിക്കുന്ന ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കരിച്ചു കളയുന്നതിലൂടെ മാത്രമേ നമ്മളൊരു നല്ല മനുഷ്യനായി, ഒരു മുഹ്സിനായ മനുഷ്യനായി മാറുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, പക, വിദ്വേഷം, അനാവശ്യമായ വിരോധങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ രോഗമാണ്. അത്തരം രോഗങ്ങളെ കൃത്യമായി പരിപാലിച്ച് ആ രോഗങ്ങളെ ഇല്ലാതെയാക്കി ഒരു പൂർണ്ണ മനുഷ്യനായി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവനാക്കി തീർക്കുക എന്നുള്ളതാണ് റമളാനിൻ്റെ അടിസ്ഥാന കാര്യം. ലഅല്ലക്കും തത്തഖൂൻ എന്ന ഖുർആനിൻ്റെ വാക്ക്, ആ വാക്ക് അതിലേക്കാണ് സൂചന നൽകുന്നത്. തഖ്വ എന്ന് പറയുന്ന ഒരു അവസ്ഥ, അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ഭയപ്പെടുകയും അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് പരമാവധി അകന്നു നിൽക്കുകയും അള്ളാഹുവിനോട് അടുക്കാനുള്ള കാര്യങ്ങൾ പരമാവധി ചെയ്യുകയും ചെയ്യുന്ന ഒരു സംയുക്തമാണ് തഖ്വ എന്ന് പറയുന്നത്. അത് ഉണ്ടാകണം, അത് ഉണ്ടാകുവാൻ വേണ്ടി എന്നാണ് ഖുർആനിൻ്റെ പ്രയോഗം എന്ന് നമുക്കറിയാം. ഈ റമളാനിനെ ഇത്രയും ദിനങ്ങൾ, ഏകദേശം 15ഓളം ദിനങ്ങൾ നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയി. ഇത്തരം ദിനങ്ങൾ നമ്മൾ എന്തുമാത്രം ഉപയോഗിച്ചു എന്നുള്ള ഒരു കണക്കെടുപ്പ് നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഇസ്ലാം ഈ മാർഗത്തെ, ഈ ദീനിനെ ഒരു കച്ചവടത്തോടാണ് ഉപമിക്കുന്നത്. കച്ചവടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ ലാഭമാണ്, ചരക്കുകൾ വിറ്റഴിക്കലാണ്. അത്തരത്തിൽ നമ്മിൽ നിന്ന് അള്ളാഹുവിലേക്കുള്ള അടുപ്പം കൂടിയാൽ ആ അടുപ്പമാണ് നമ്മുടെ ലാഭത്തെ തീരുമാനിക്കുന്നത് എന്ന് നമുക്കറിയാം. തുൻജീക്കും മിൻ അദാബിൻ അലീം, നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്ന കച്ചവടം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഒരു കച്ചവടത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ റമളാൻ എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും നമുക്കറിയാം, ക്യാൻസർ രോഗം ബാധിച്ച ആളുകളെ കീമോ നൽകി അത്തരം ശരീരത്തിലുണ്ടായിട്ടുള്ള ആവശ്യമില്ലാത്ത ഭാഗങ്ങളെ, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത വൈറസുകളെയും മനുഷ്യ ശരീരത്തെ നശിപ്പിക്കുന്ന കാര്യങ്ങളെയും നശിപ്പിച്ചു കളഞ്ഞ് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് പോലെ ആകാശത്ത് നിന്നിറങ്ങിയ മഴയോടാണ് അള്ളാഹു വഹീനെ സൂചിപ്പിച്ചിട്ടുള്ളത്, ദൈവിക സന്ദേശം. ആ സന്ദേശം നമ്മുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുകയും അങ്ങനെ ആഴ്ന്നിറങ്ങിക്കൊണ്ട് നമ്മുടെ ശരീരത്തെ നനയ്ക്കുകയും ഖുർആൻ പറഞ്ഞതുപോലെ മയ്യത്തായി കിടക്കുന്ന ഭൂമിയെ ഊഷ്മളതയുള്ളതാക്കി
മാറ്റി അതിൽ നിന്ന് ചെടികളും ധാന്യങ്ങളും മുളച്ചു വരുന്നത് പോലെ നമ്മിൽ നിന്ന് ഒരുപാട് നന്മകൾ മുളച്ചു വരേണ്ടതുണ്ട്. നമുക്കറിയാം, ഈ മാസത്തിന് മറ്റൊരു പേരുള്ളത് ഷഹറുൽ മുവാസാത്ത് എന്നാണ്. അഥവാ പരസ്പരം കരുണ കാണിക്കുന്ന, പരസ്പരം സഹായം ചെയ്യുന്ന ഒരു മാസം എന്നതും, ഷഹറുസ് സബർ ക്ഷമയുടെ മാസം എന്നതും റമളാനിന്റെ ഭാഗവാക്കാണ്. നമുക്കറിയാം, 12 പുത്രന്മാരിൽ യൂസുഫ് അലൈഹിസ്സലാമിനോട് യാക്കൂബ് അലൈഹിസ്സലാമിനുണ്ടായ പ്രിയം പോലെയാണ് അള്ളാഹുവിന് 12 മാസങ്ങളിൽ റമളാനിനോടുള്ളത്. ആ ഒരു പ്രിയം നേടിയെടുക്കുവാനും അതിലൂടെ നാളേക്ക് ഈ റമളാൻ പരലോകത്തേക്ക് ഒരു മുതൽക്കൂട്ടാകുവാനും നമുക്ക് സാധിക്കുമാറാകട്ടെ. അത്തരത്തിൽ ലാഭം കൊയ്യുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.